ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്യൂറ്റീവ്സ്. ശരിക്കും നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിരുന്നു റിഗാർഡിങ് ഓസ്കിയെ കുറിച്ച്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് നാളുകളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് ഓസ്കിയിൽ ഇത്രയധികം ഫെയിലിയർ റേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു കമന്റ് വന്നു, ലാസ്റ്റ് ബാച്ചിൽ വരെ ഒരു 75% വരെ ഫെയിലിയർ ആണ്. എന്താണ് കാരണം, എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കത് ശരിക്കും പേഴ്സണലി ആൻസർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഓസ്കിയിൽ ഫെയിലിയർ റേറ്റ് ഉണ്ട് എന്നാണ് നമ്മുടെ കാൻഡിഡേറ്റ്സ് പറയുന്നത്. ശരിക്കും അതിന്റെ റീസൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ശരിക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കൾച്ചറൽ പ്രോബ്ലംസ് ഒക്കെ ആകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എന്തൊക്കെ ആയിരിക്കാം റീസൺസ്, അതുപോലെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കാം എന്നൊക്കെയുള്ള ഒരു ടിപ്സ് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂ വാച്ച്. ന്യൂസിലാൻഡിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഓസ്കി എക്സാം പാസ്സാകണം ഇന്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസ്. ശരിക്കും ഈ ഓസ്കിയിൽ അസസ് ചെയ്യുന്നത് നേഴ്സിംഗ് നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ സേഫ് ക്ലിനിക്കൽ പ്രാക്ടീസ് ന്യൂസിലാൻഡ് കൗൺസിൽ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ ഈ രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ, ആറാനായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് നാളുകളായിട്ട് ഓസ്കിയിൽ ഹൈ ഫെയിലിയർ റേറ്റ് ഉണ്ടാകുന്നു എന്ന് കാൻഡിഡേറ്റ്സ് പറയുകയുണ്ടായി. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു ഹൈ ഫെയിലിയർ റേറ്റ് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹൈ ഫെയിലിയർ റേറ്റ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു കൾച്ചറൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചലഞ്ചസ് കൊണ്ടാകാം ഈ ഫെയിലിയർ റേറ്റ് ഉണ്ടാകുന്നത്. കാരണം കൾച്ചറലി സേഫ് പ്രാക്ടീസസിന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂസിലാൻഡ്. അപ്പൊ ഇവിടുത്തെ ട്രീറ്റി ഓഫ് വൈറ്റാങ്കി, അതുപോലെ തന്നെ കൾച്ചറൽ സേഫ് പ്രാക്ടീസസ് എല്ലാം തന്നെ ന്യൂസിലാൻഡിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ചലഞ്ച് ഇതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ അത് അറിഞ്ഞതിന് ശേഷം മാത്രം ഓസ്കി അറ്റൻഡ് ചെയ്യുക. സെക്കൻഡ് വൺ, അൺഫെമിലിയാരിറ്റി വിത്ത് ദ ന്യൂസിലാൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം. കാരണം നമ്മൾ ഓവർസീസ് ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സസിന് വളരെയധികം ചലഞ്ചാണിത്. കാരണം ന്യൂസിലാൻഡിലെ ക്ലിനിക്കൽ പ്രോട്ടോകോൾ, ഡോക്യുമെന്റേഷൻ സ്റ്റൈൽസ്, അതുപോലെ പേഷ്യന്റ് കെയർ അപ്രോച്ചസ് എല്ലാം തന്നെ ഡിഫറെന്റ് ആണ്. അപ്പോൾ അതെന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. കാരണം EWS, അതുപോലെ തന്നെ BP ചെക്ക് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഇവരോട് സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക, അതിൻ്റെ അകത്ത് EWS ചാർട്ടും അതുപോലെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തേർഡ് വൺ, ടൈം മാനേജ്മെന്റ് ഡിഫിക്കൽട്ടീസ്. കാരണം ഓസ്കിയിൽ 10 സ്റ്റേഷനാണുള്ളത്. ഒരു 12 മിനിറ്റ് വരെ ലാസ്റ്റ് ചെയ്യും, 2 മിനിറ്റ് റീഡ് ഇൻസ്ട്രക്ഷൻ ആണ്, 8 മിനിറ്റ് പെർഫോം ചെയ്യാൻ, 2 മിനിറ്റ് ട്രാൻസിഷൻ. പക്ഷെ ഈ ടൈം നമ്മൾ വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ മാനേജ് ചെയ്യണം. കാരണം അത് വളരെ ക്രൂഷ്യലാണ്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു തിയററ്റിക്കലും പ്രാക്ടിക്കൽ നോളജും എല്ലാം തന്നെ നമുക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കണം. ഫോർത്ത് വൺ, ഇൻസഫിഷ്യന്റ് പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽസും തിയററ്റിക്കൽ നോളജും തമ്മിൽ മാച്ച് ആകണം. രണ്ടും കൂടെ ഒരേ സമയത്ത് തന്നെ ആ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമ്മുടെ കഴിവുകൾ ശരിക്കും അവരെ കാണിക്കണം. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ. ശരിക്കും അതൊരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ നമ്മൾ നല്ല സിമുലേറ്റഡ് എൻവിറോൺമെന്റിലും റോൾ പ്ലേ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും. അടുത്തത്, ആൻസൈറ്റി ആൻഡ് പെർഫോമൻസ് പ്രഷർ. എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടി നമുക്കറിയാം ചിലർക്കെങ്കിലും ഒരു പെർഫോമൻസ് പ്രഷർ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസൈറ്റി, സ്ട്രെസ്, അതുപോലെ കോൺസെൻട്രേഷൻ കിട്ടാതെ പോകുന്നത്, തെറ്റിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ ശരിക്കും എനഫ് പ്രാക്ടീസിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാതെ കൂളായിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യുക. ശരിക്കും ഒരു ക്ലിനിക്കൽ എൻവറോൺമെന്റിൽ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ. സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ഓസ്കി സക്സസ്. എന്തൊക്കെ അപ്രോച്ചസിലൂടെ, എന്തൊക്കെ മാർഗത്തിലൂടെ നമുക്ക് ഓസ്കിയുടെ സക്സസ് റേറ്റ് കൂട്ടാം. അപ്പോൾ എന്തൊക്കെ ടിപ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കാരണം ഓസ്കിയെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ട രീതിയിൽ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ, എൻഗേജ് ഇൻ കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ കോഴ്സസ്. സ്ട്രക്ചേർഡ് ട്രെയിനിങ് ആയിട്ടുള്ള കോഴ്സുകളിൽ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ
അറ്റൻഡ് ദ മാൻഡേറ്ററി ഓറിയന്റേഷൻ ആൻഡ് പ്രിപ്പറേഷൻ കോഴ്സ്. ഓസ്കിക്ക് മുമ്പായിട്ട് കാൻഡിഡേറ്റ്സിന് 2 ദിവസത്തെ ഓറിയന്റേഷൻ നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ന്യൂസിലാൻഡിന്റെ എക്സാം ഫോർമാറ്റും അതുപോലെ എക്സ്പെക്ടേഷനും ഒക്കെ നമുക്ക് ഫെമിലറൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്യണം. അതിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ന്യൂസിലാൻഡ് കൗൺസിലിന്റെ നഴ്സിംഗ് കൗൺസിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഹാൻഡ് ബുക്ക് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അടുത്തത് പ്രാക്ടീസ് ടൈം മാനേജ്മെന്റ്. നമ്മൾ ഒരു റോൾ പ്ലേ അല്ലെങ്കിൽ സിമുലേറ്റഡ് എൻവറോൺമെന്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടാസ്ക് കറക്റ്റ് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനും അലോക്കേറ്റഡ് ടൈമിനുള്ളിൽ ഓരോ സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതിനും കറക്റ്റ് ടൈമിൽ പെർഫോം ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതിനും സാധിക്കും. അപ്പോൾ ശരിക്കും പ്രാക്ടീസ് ആണ് നമുക്ക് നന്നായിട്ട് വേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, ടൈം മാനേജ്മെന്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അടുത്തത് എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് നമ്മൾ എപ്പോഴും എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അതുപോലെ എമ്പതറ്റിക് ആയിരിക്കണം. എപ്പോഴും ന്യൂസിലാൻഡിന്റെ കൾച്ചർ അല്ലെങ്കിൽ പേഷ്യന്റ് സെന്റേർഡ് കെയർ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ശരിക്കും നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഹാൻഡ് ബുക്ക് ഉണ്ട്. അപ്പൊ അതില് എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കണ്ടിന്യൂസ് എപ്പോഴും വായിക്കാൻ ശ്രമിക്കുക. അതിനനുസരിച്ചുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് യൂട്ടിലൈസ് അവൈലബിൾ റിസോഴ്സസ്. അത് നമ്മൾ കുറച്ചു മുമ്പും പറഞ്ഞു. ആക്സസ് മെറ്റീരിയൽസ്, കാൻഡിഡേറ്റിന്റെ ഹാൻഡ് ബുക്ക്, അതുപോലെ നോസ്കി സ്ട്രക്ചർ ആൻഡ് അസസ്മെന്റ് ക്രൈറ്റീരിയ എല്ലാം തന്നെ നമ്മുടെ ന്യൂസിലാൻഡ് കൗൺസിലിന്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കയറി സെർച്ച് ചെയ്യുകയും വായിക്കുകയും ഒക്കെ ചെയ്യുക. അതുപോലെ മനസ്സിലാക്കുക. പിന്നെ കൾച്ചറിനെ കുറിച്ചുള്ള കൂടുതൽ എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടാൻ ശ്രമിക്കുക. സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് റിഫ്ലക്ട്. ശരിക്കും നിങ്ങളുടെ പിയർ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മെന്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് സെഷൻസ് നടത്തുമ്പോൾ നിങ്ങൾ ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് കോൺഫിഡൻസ് കൂട്ടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകാം എന്ന് ഫ്രീക്വന്റ്ലി നിങ്ങൾ ഫീഡ്ബാക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചലഞ്ചസും അതുപോലെ തന്നെ ടാർഗറ്റഡ് സ്ട്രാറ്റജീസും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇന്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സസിന് ഓസ്കി എന്ന എക്സാം ശരിക്കും ഒരു നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് വിജയിക്കാനും സക്സസ് ആകാനും സാധിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ രീതിയിലെല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള ലിങ്ക്സ്, ഹാൻഡ് ബുക്ക് കിട്ടുന്ന ലിങ്ക്സ്, അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, ടിപ്സ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.